കോട്ടയം പാറയ്ക്കൽ കടവിൽ മീൻ പിടിക്കാൻ വള്ളത്തിൽ പോയ 2 പേർ വള്ളം മുങ്ങി മരിച്ചു. പാറയ്ക്കൽ കടവ് പാറത്താഴെ ജോബി വിജയ്, പോളച്ചെറിയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? എന്താണ് മറ്റു വിവരങ്ങൾ? ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അല്പസമയം മുമ്പാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവർ 3 അംഗ സംഘമായിരുന്നു ഈ വള്ളത്തിൽ പോയത്. ജോബിയും ഒപ്പം തന്നെ അരുൺ സാമും ജോബിയുടെ സഹോദരനായ ജോഷിയും. ഈ വള്ളം അപ്രതീക്ഷിതമായി പെട്ടെന്ന് മുങ്ങുന്നു. ഈ ജോബിയുടെ സഹോദരൻ ജോഷി ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിനാണ് നീന്തൽ അറിയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അല്പസമയം ഇവർ വള്ളത്തിൽ പിടിച്ചു കിടന്നു. പക്ഷെ പിന്നീട് ഈ വള്ളം ഉൾപ്പെടെ വള്ളത്തിൽ നിന്ന് പിടിവിട്ടു പോയി മുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ജോഷി പറയുന്നത്. ജോഷി എന്തായാലും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ മൃതദേഹം പിന്നീട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ചേർന്ന് നടത്തിയ തിരച്ചിലാണ് അല്പസമയം മുമ്പ് കണ്ടെത്തിയത്. ഇവരെ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുകയും ചെയ്തു. മീൻ പിടിക്കാനായാണ് ഈ 3 അംഗ സംഘം വള്ളത്തിൽ പോയത്. വള്ളത്തിൽ പോയ ശേഷം പിന്നീട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയാണ് പോയതെന്നാണ് ഈ ജോഷി പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. അതായത് ശ്രീജിത്ത്, അങ്ങനെ മുൻപരിചയം ഉള്ള ആളുകളായിരുന്നില്ല എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ? അങ്ങനെ പറയാൻ കഴിയില്ല അഭിലാഷ്. പൊതുവെ ഇവരെല്ലാവരും, ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും ഈ സമയത്ത് ഈ പുതുവെള്ളത്തിൽ ഇഷ്ടം പോലെ മീൻ വരുന്ന സമയമാണ്. പക്ഷെ ഈ മീൻപിടുത്തമൊക്കെ, ഈ പുതുവെള്ളത്തിലെ മീൻപിടുത്തം, ഈ ഊട്ടപിടുത്തം എന്നൊക്കെ രീതിയിലാണ് കോട്ടയത്ത് അത് അറിയപ്പെടുന്നത്. അത് സാധാരണ നിരോധിച്ചതാണ്. കാരണം പ്രജനനമൊക്കെ നടന്നു വരുന്ന ചെറിയ മീനുകളെ പിടിക്കുന്നത് നിരോധിച്ചതാണ്. അങ്ങനെയൊക്കെയുള്ള മീൻപിടുത്തം വളരെ വ്യാപകമാണ്. ഇവർ പക്ഷെ പ്രധാനപ്പെട്ട പാടത്തേക്ക് വള്ളത്തിൽ പോയ ശേഷമാണ് മീൻ പിടിച്ചിരുന്നത്. ഈ പാടശേഖരങ്ങളിലെല്ലാം ഈ സമയത്ത് മീൻപിടുത്തം വളരെ വ്യാപകമായിട്ടുണ്ട്. പക്ഷെ ഈ മഴ ശക്തമായി തുടരുന്നൊരു സമയമാണ്. ഇപ്പോ മഴയ്ക്ക് അല്പം മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഈ 2 മണി സമയത്തൊക്കെ മഴയുള്ള സമയമാണ്. ഒരുപക്ഷെ പാടത്തെ ഒഴുക്കിൽപ്പെട്ടതോ മറ്റോ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ നദിയിൽ നിന്നടക്കം വെള്ളം എത്തുന്ന സ്ഥലം കൂടിയാണ് പാറയ്ക്കൽ കടവ്. അങ്ങനെ എത്തി ഒരുപക്ഷെ വള്ളത്തിന്റെ നിയന്ത്രണം വിട്ട് മറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരാൾ രക്ഷപ്പെട്ടു, 2 പേർ ദാരുണമായി കൊല്ലപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്തായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തെത്തിച്ചിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ജി ശ്രീജിത്ത് നൽകിയത്. കാലവർഷക്കെടുതിയിൽ കാസർഗോഡ് ഒരാൾ മരിച്ചു. പാലക്കുന്ന് സ്വദേശി അസീസിന്റെ മകൻ സാദിഖ് ആണ് മരിച്ചത്. കാൽ തെന്നി തോട്ടിൽ വീണായിരുന്നു അപകടം. വിദേശത്തായിരുന്ന സാദിഖ് 1 മാസം മുൻപാണ് നാട്ടിൽ എത്തിയത്. മഴ കനത്തതോടെ സംസ്ഥാനത്ത് വലിയ നാശനഷ്ടങ്ങൾ ആണ് ഉള്ളത്. കാറ്റിലും മഴയിലും വ്യാപകമായി കൃഷി നശിക്കുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. ട്രെയിൻ, റോഡ് ഗതാഗതത്തെയും മഴ കാര്യമായി ബാധിച്ചു. സംസ്ഥാനത്ത് ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ മരം വീണ് തകർന്ന വീട്ടിലുണ്ടായിരുന്ന വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെമ്പായത്തും വീടിനു മുകളിൽ മരം വീണു. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് പുല്ലിവിള സ്വദേശി തഥയൂസ് മരിച്ചു. ഒരാളെ കാണാതായി. വർക്കല ഹെലിപാഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിൽ മരം വീണു. പാപനാശം തീരത്ത് നിന്ന് വിനോദസഞ്ചാരികളെ ഒഴിപ്പിച്ചു. കഴക്കൂട്ടത്ത് സൈനിക നഗറിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. കൊല്ലത്ത് കാര്യമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചാത്തന്നൂർ നാഷണൽ ഹൈവേയിൽ മരം കടപുഴകി. വൈദ്യുതി ബന്ധം മണിക്കൂറുകൾ തടസ്സപ്പെട്ടു. കൊട്ടാരക്കര പുത്തൂർ ചീരങ്കാവ് റോഡിൽ 11 kV പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞു. വാളകം അണ്ടൂരിൽ ആഞ്ഞിലി മരം വീടിന് മുകളിലേക്ക് പതിച്ചു. കിഴക്കൻ മേഖലയിലും ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി. അഞ്ചലിൽ കടകളുടെ ബോർഡുകൾ നിലംപൊത്തി. വെട്ടിക്കവല ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. മൈനാഗപ്പള്ളിയിൽ ശക്തമായ മഴയിൽ 2 നില കടമുറി കെട്ടിടം ഇടിഞ്ഞു താഴ്ന്നു. പത്തനംതിട്ടയിലും വ്യാപക നാശമുണ്ട്. നിരവധി വീടുകൾ തകർന്നു. 150-ലധികം വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നദികളിൽ ജലനിരപ്പും ഉയരുകയാണ്. ആലപ്പുഴയിൽ തോട്ടപ്പള്ളി പൊഴി മുറിച്ചെങ്കിലും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാകാത്തതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറി. കുട്ടനാട് അടക്കമുള്ള കിഴക്കൻ മേഖലയിൽ
വെള്ളക്കെട്ട് രൂക്ഷമായി. പുറക്കാട്, തകഴി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയും വെള്ളത്തിലാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശം വെള്ളത്തിനടിയിലായി. നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി. 100-ലേറെ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വൃദ്ധ മരിച്ചു. അമ്മാംകുളത്തിൽ അന്നക്കുട്ടിയാണ് മരിച്ചത്. ചെറായി തൃക്കിടാപ്പിള്ളിയിൽ വഞ്ചി മുങ്ങി കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുകയാണ്. ശക്തമായ കാറ്റിൽ മരം വീണതോടെ പലയിടത്തും വീടുകൾ തകരുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇടുക്കി മുള്ളരിക്കുടിയിൽ അംഗൻവാടി കെട്ടിടത്തിനു മേൽ മരം വീണു. 285.13 ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി. 4,35 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. വിളവെടുക്കാറായ വാഴയും ഏലവും എല്ലാം നശിച്ചു. മാട്ടുക്കടയിൽ ഓട്ടോ ഗ്യാരേജിന് മുകളിൽ മരം വീണു. ഗ്യാരേജിലുണ്ടായിരുന്ന 2 വാഹനങ്ങൾ നശിച്ചു. പാലക്കാട് തച്ചനാട്ടുകര ആമരിക്കുണ്ട് പാടശേഖരത്ത് വൻ കൃഷിനാശമുണ്ടായി. കുലച്ച വാഴകൾ നിലംപൊത്തി. കണ്ണൂർ താവക്കരയിൽ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് 50ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. എടക്കാട് മാരാക്കണ്ടിത്തോട്ടിൽ പോത്ത് ഒലിച്ചെത്തി. എടക്കാട് ഹുസൻമുക്ക് മാരാക്കണ്ടിത്തോട് കരകവിഞ്ഞു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിർത്തിയിട്ട കാർ ഒലിച്ചുപോയി. ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന ചെർക്കളയിൽ മണ്ണിടിഞ്ഞു. ചെർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മണിക്കൂറുകളോളമാണ് വൈദ്യുതി മുടങ്ങിയത്. ട്രാക്കിലേക്ക് മരം വീണതോടെ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.